അങ്ങനെ അടിപൊളി ഒരു മഴയുള്ളൊരു ദിവസമാണ്. അങ്ങനെ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു ഡ്രൈവ് പോകണം. നമ്മൾ പക്ഷേ വൈറ്റ് അല്ല എടുക്കുന്നത്, മറിച്ച് നമ്മുടെ ബ്ലാക്ക് വണ്ടി തന്നെയാണ് എടുക്കുന്നത്. നമുക്കിന്ന് പോകേണ്ടി വന്ന് കൊച്ചി ടു അടൂരാണ്. ഒരു 130-140 കിലോമീറ്റർ ഉണ്ട്. മഴയും കൂടാണ്. എന്തായാലും അവസ്ഥ എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും വണ്ടി രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. പിന്നെ നമ്മുടെ വണ്ടിയിലെ ലെഗ് സ്പേസ് വരുന്ന ആംബിയൻ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പൊട്ടിയതാണ്. പിന്നെ നമ്മൾ വെച്ചേക്കേണ്ട, നമുക്ക് വേറെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതെന്തായാലും വേറെ ചെയ്യണം. നമ്മളെന്തായാലും രാവിലെ ഇറങ്ങുവാണ്. നമുക്ക് എന്തായാലും ഡീസലും അടിക്കണം. ഇത് പിന്നെ 213 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. മഹേന്ദ്രയുടെ ഓരോ വികൃതികളാണ്. നമുക്കിപ്പോൾ ഇറങ്ങാം. എന്തായാലും 7:30 എത്ര ബ്ലോക്ക് ഉണ്ടോ ഒന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും നേരെ പോകുന്നു. നമ്മളിനി കുമ്പളത്ത് വഴി ഹൈവേ പിടിച്ചാൽ നമുക്ക് പോവാം. റോഡ് പണിയാണ്, പക്ഷേ താറാണ്ട് അത്രയും പ്രശ്നമില്ല. ഈ ഹൈവേയുടെ സൈഡിൽ നടുക്ക് നിൽക്കുന്ന ആ ഒരു പൂക്കൾ എന്ത് രസമാണ് കാണാൻ. പക്ഷേ റോഡ് പണി വരുമ്പോൾ ഇതെല്ലാം എടുത്ത് കളയാനുള്ളതാണെന്ന് ഓർക്കുമ്പോഴാണ് പിന്നെ ഒരു സങ്കടം വരുന്നത്. ഇതാണ് നമ്മുടെ അരൂർ ടോൾ ബൂത്ത് വരുന്നത്. നമ്മൾ ഇത്രയും പിന്നെ റോഡിൽ കൂടെ പോവുകയും വേണം. ഇവന്മാർക്ക് 100 രൂപ ടോളും കൊടുക്കണം സിംഗിൾ സൈഡ്. പക്ഷേ നമുക്കൊരു ഗുണമുണ്ട്, നമുക്ക് ടോൾ കൊടുക്കണ്ട. കാരണം നമ്മുടെ വണ്ടി KL 39 ആണ്, തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനാണ്. അതായത് ടോൾ ബൂത്തിന് 20 കിലോമീറ്റർ ചുറ്റളവുള്ളവർ നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് നമ്മളിങ്ങനെ കുമ്പളം എന്ന് പറഞ്ഞാൽ മാത്രം മതി. ചിലരുണ്ട് നമ്മുടെ നിന്ന് എന്തെങ്കിലും ID കാർഡൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഇവരൊന്നും ചോദിച്ചൊന്നുമില്ല. നമ്മൾ കുമ്പളം എന്ന് പറയുമ്പോൾ തന്നെ വണ്ടിയുടെ നമ്പറൊക്കെ കാണുമ്പോൾ തന്നെ അവരത് തുറന്നു തരും. കാരണം നമ്മൾ ഫാസ്റ്റാഗ് ഒട്ടിച്ചിട്ടില്ല. നമുക്കിത് പോകേണ്ടത് കായംകുളം അടൂരൊക്കെയാണ്. പക്ഷേ നമുക്ക് എന്തായാലും ഈ വഴി തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ട്രാഫിക്കൊന്നും കാണത്തില്ല. റോഡ് പണിയുടെ ആ ഒരു തുറവൂര് വരെയുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ താറാണ്ട് അടിയിടിക്കുമോ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. പക്ഷേ നോർമൽ കാർസ് ആണെങ്കിൽ ഒരുപാട് പേരുടെ ബമ്പർ എല്ലാം പൊട്ടുന്ന ഒരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ വെള്ളമായതുകൊണ്ട് ഇവർക്ക് അറിയത്തില്ല എന്തുമാത്രം കുഴിയുണ്ട്. ഇവരങ്ങ് ഇറക്കുകയും ചെയ്യും. നേരെ വണ്ടി ഫ്രണ്ട് ഇടിച്ച് അവിടെ കിടക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ അരൂര് കഴിഞ്ഞാൽ തുറവൂര് വരെയുള്ളൊരവസ്ഥ. അത്യാവശ്യം നല്ല കുഴികളാണ്. വേറെ ഒരു നിവർത്തിയില്ല. പിന്നെ മേളിൽ നിന്ന് എന്തെങ്കിലും സിമെൻറ്റോ പെയിൻറ്റോ എല്ലാം വീണാൽ പിന്നെ നമുക്കതൊക്കെ ഒരു ബോണസായിട്ടിരിക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല കുഴികളാണ്, നല്ല ഡെപ്തിലാണ് കുഴികളെല്ലാം. കാരണം ബൈക്കുകാരൊക്കെ നല്ല റിസ്ക് എടുത്ത് തന്നെയാണ് പോകുന്നത്. കാരണം വീണ അങ്ങോട്ടോ ഇങ്ങോട്ടോ നേരെ സൈഡിൽ കൂടെ പോകുന്ന വണ്ടിയിലായിരിക്കും തട്ടുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ഒരു വഴിയുണ്ട്, പൂച്ചാക്കിൽ വഴി നമുക്ക് ചേർത്തല ചാടാൻ പറ്റും. പക്ഷെ അതും തീരെ വീതി കുറവുള്ള റോഡാണ്. വലിയ ഹെവി വണ്ടികൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സൈഡ് കിട്ടത്തില്ല. സോ അതും ശോകമായിരിക്കും. സോ ആകുമ്പം നേരെ തന്നെ നമ്മൾ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു പണി കാരണം ഒരുപാട് ആക്സിഡൻറ്റ്സാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പല സാധനങ്ങൾ വണ്ടികളുടെ മണ്ടയ്ക്ക് വീഴുന്നു, അങ്ങോട്ട് മാറ്റുമ്പോൾ ഒക്കെ വണ്ടികളിൽ തട്ടുന്നു. പക്ഷേ ആരോടൊന്നും പറയാനില്ല, നമ്മൾ തന്നെ പണിയേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഈ പകുതി ആൾക്കാരും ഈ റൂട്ട് പിടിക്കാതെ MC റോഡ് വഴിയൊക്കെ ഇച്ചിരി ചുറ്റാണെങ്കിലും കറങ്ങിപ്പോകുന്നത്. ഇനി നമുക്ക് എന്തായാലും ഫ്യൂല് ഫില്ല് ചെയ്യണം. കാരണം ഞാൻ എന്ന് ഈ റൂട്ട് പോകുമ്പോൾ ഞാൻ ഫ്യൂല് ഫില്ല് ചെയ്യുന്നത് ജിയോയുടെ നമ്മുടെ തുറവൂരുള്ള പമ്പിൽ നിന്നാണ്. അത് ഡേ ടൈം മാത്രമേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം ഫ്യൂൽ എക്കോണമി നമുക്ക് ആ പമ്പിൽ നിന്ന് കടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ജിയോയുടെ ഫ്യൂൽസ് തന്നെയാണ്. ഇതാണ് നമ്മുടെ പമ്പ് വരുന്നത്. എല്ലാ പ്രാവശ്യവും ഇവിടുന്ന് തന്നെ അടിച്ചിട്ടാണ് പോകുന്നത്. സോ ഇപ്പോൾ എന്തായാലും ഫ്യൂലെല്ലാം ഫില്ല് ചെയ്ത് വണ്ടി അത്യാവശ്യം കറപ്പായിട്ട് തന്നെ കിടക്കുവാണ്. അങ്ങോട്ട് ചള്ളലോട്ട് നമ്മൾ കയറാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ടും റോഡ് കഷ്ടം തന്നെയാണ്. കാരണം നല്ല രീതിയിൽ നല്ല സ്ട്രെച്ചൊക്കെ കിട്ടും ഇങ്ങനത്തേത്. പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോഴും ഇടയ്ക്കത്തെ ഒരു എക്സിറ്റും എൻട്രിയൊക്കെ ഉണ്ട്. ആ ഒരു സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയായിരിക്കും. ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള അവസ്ഥയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ഇന്ന് തന്നെ റിട്ടേൺ വരുന്നുണ്ട്. സോ അപ്പം നിങ്ങൾക്ക് ആ ഒരു അവിടെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഉള്ള വണ്ടിയുടെ ഒരു ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. സോ ഇന്നൊരു വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആലപ്പുഴ പാസ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മളൊരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഇപ്പം ഇത്രയായപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് സിമെൻ്റ് ഒന്നും വീണിട്ടില്ല. ജസ്റ്റ് ചള്ള തന്നെ. നമുക്ക് ജസ്റ്റ് വീട്ടിൽ ചെന്ന് വാഷ് ചെയ്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. എന്താണ് റോഡ് ഈ ഒരു പണി കാരണം എന്തായാലും കുറേ വീടുകൾക്കും കടകൾക്കും ഒക്കെ പണി കിട്ടിയിട്ടുണ്ട്. ഇനി വണ്ടി വീട്ടിൽ പോയിട്ട് എത്ര നേരം നിന്ന് കഴുകി വാഷ് ചെയ്ത് പഴയ കോലത്തിലാക്കാൻ പറ്റുമെന്ന് ഓർക്കുമ്പോഴാണ് പിന്നെ ഒരു ടെൻഷൻ നമുക്ക്. എന്തായാലും നോക്കാം. ഇത്രയായില്ലേ, നമുക്കെന്തായാലും പോവാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ചായയും കിട്ടി. ഇനി നമുക്ക് നമ്മുടെ വണ്ടി കണ്ടുകൊണ്ടൊരു ചായ കുടിക്കാം. അതെന്തായാലും ഒരു മസ്റ്റാണ്. കാരണം വണ്ടിയും ചായ ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയെടുക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടില്ല നിങ്ങൾ? എന്താ പവർ. ഇപ്പോൾ എന്തായാലും വാഷ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം നമുക്കിപ്പോൾ തന്നെ റിട്ടേൺ പോകേണ്ടതാണ് കൊച്ചിക്ക്. നമുക്കിവിടെ ഒരു 10-15 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാക്ക് ടു കൊച്ചിയാണ്. സോ എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ കൊച്ചിയിലെത്തും. ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 4 PM, ഒരു 4-5 എന്തായാലും നമ്മൾ കൊച്ചിയിലെത്തും. ക്യാമറയിലൂടെ എത്ര ക്ലിയർ ആണെന്ന് അറിയത്തില്ല. നമ്മുടെ അകത്തെ പാനലിൻ്റെ വെളിയിലത്തെ തമ്മിലുള്ള കളർ ഡിഫറൻസ് കണ്ടോ? അത്ര അഴുക്കായിട്ടാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. സോ എന്തായാലും നമുക്കിനി തിരിച്ച് കൊച്ചിയിലെത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബാക്ക് ടു കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 4:30 ആയി. തിരിച്ച് വന്നപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. എന്നാൽ തന്നെ വണ്ടിയുടെ ഒരു അവസ്ഥ ഇതാണ്. എങ്ങനെയുണ്ട്?
കാരണം ഇത്രയും ഓടി വന്നിട്ട് ഇനി ഇതിപ്പോൾ കഴിയാൻ എന്തായാലും നിൽക്കുന്നില്ല. കാരണം ഇനിയിപ്പം നമ്മൾ കഴുകിയ ശരിയാവത്തില്ല. നമുക്കിതൊന്ന് വാട്ടർ സർവീസിന് തന്നെ കൊടുക്കണം. കാരണം അതുപോലെ അണ്ടർ ബോഡിയൊക്കെ കഴിയണം. കാരണം അത്രയ്ക്കും വണ്ടി അഴുക്കായിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, മൊയ്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് നമുക്കൊന്ന് ന്യൂക്ലിയസ് മാളിൽ പോകണം. കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ BM എടുക്കാം, നമുക്ക് താറോട് എടുക്കാം. കാരണം താറ് വാട്ടർ സർവീസിന് കൊടുത്തിട്ട് പിന്നെ BM പോകാം നമുക്ക് ബാക്കി പരിപാടികളെല്ലാം. അങ്ങനെ BM എല്ലാം ഇറക്കി പിള്ളേരെല്ലാം BM കയറിയിട്ട് ഞാനും അമ്മയും മാത്രമേ താറ് കയറുന്നുള്ളൂ. കാരണം താറ് ആദ്യം വാഷ് ചെയ്യാൻ തിരക്കുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് വാഷ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ അവന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാടവനെ സിഗ്നലിൽ നിൽക്കുക. ഇനിയിപ്പം നമുക്ക് നേരെ വാഷ് ചെയ്യാൻ വണ്ടി അവിടെ എത്ര തിരക്കുണ്ടെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നേരെ നമുക്ക് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഷോട്ടാണ്. ജസ്റ്റ് ചുമ്മാ അവർ ഫ്രീ ആയിട്ടിപ്പോൾ എടുത്തതാണ്. അങ്ങനെ നമ്മൾ നോക്കി, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ 2 വണ്ടി ന്യൂക്ലിയസ് മാളിലോട്ട് വന്നു. ന്യൂക്ലിയസ് മാളിൽ വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്തായാലും 2 വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ന്യൂക്ലിയസ് മാളിനകത്ത് കയറാം. പിന്നെ ന്യൂക്ലിയസ് മാളിൽ നമ്മൾ എപ്പോൾ വന്നാലും വലിയ തിരക്കോ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ വലിയ തിരക്കോ അലമ്പോ ഒന്നും ഉള്ള മോളല്ല. നമ്മൾ നേരെ മാക്സിലാണ് വന്നത്. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് വേണ്ടി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ശരിക്കും ഇത് കാണാൻ വേണ്ടിയാണ്. ക്യൂൻസ് അയൺമാൻ്റെ ഒരു ഓതറൈസ്ഡ് റീസെല്ലേഴ്സാണ് ഇവർ ന്യൂക്ലിയസ് മാളാണ് ഇവർ ഓഫീസ്. ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇന്നാണെന്ന് പോകണമെന്ന് വിചാരിച്ചത്. എന്തായാലും അവനും കുറച്ച് സാധനങ്ങൾ നോക്കണമെന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നേരെ കയറി കാണുമ്പോൾ തന്നെ മൊത്തം ഇരിക്കുന്നത് ഇസൂസു, ഡിമാക്സ്, ഹൈലക്സിൻ്റെ സാധനങ്ങൾ, ജിംനയുടെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവർ ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. ഓസ്ട്രേലിയൻ ബേസ്ഡ് കമ്പനിയാണ് അയൺമാൻ വരുന്നത്. പിന്നീട് ഇവിടെ BF ഗുഡ്രിച്ചിൻ്റെ ടയേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് കറൻ്റ്ലി ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ഫ്രിഡ്ജ്, നമുക്ക് ക്യാമ്പിങ്ങിന് വേണ്ട ആക്സറീസ് കാര്യങ്ങൾ എല്ലാം അവരുടെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഓഫ് റോഡിന് ആവശ്യമായിട്ടുള്ള ആക്സറീസ് കാര്യങ്ങൾ എല്ലാം, അതുപോലെ തന്നെ അയൺമാൻ സസ്പെൻഷനുകൾ, ഇത് ഹൈലക്സിനും ഇസൂസിനും ഒക്കെ ഉള്ളതാണ്. നമുക്ക് അയൺമാൻ്റെ ഒരു സസ്പെൻഷൻ നമുക്ക് താറിന് വേണ്ടി മാത്രമായിട്ടുള്ള വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ വരുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന ജിംനിയുടെ, അതുപോലെ താഴത്തേതൊക്കെ ഹൈലക്സിനും ഇസൂസിനും ഫോർച്യൂണറിനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ബമ്പേഴ്സാണ്, മെറ്റൽ ബമ്പേഴ്സ്. പിന്നെ വിഞ്ചുകൾ, സസ്പെൻഷൻ്റെ ലീഫ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും അപാര പ്രൈസാണ്. കാരണം ഇവർ പറയുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന, അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രൈസ് ഭയങ്കരം തന്നെയാണ്. എന്തായാലും ഒരു വണ്ടിപ്രാന്തന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു ന്യൂക്ലിയസ് മാളിൻ്റെ ഉള്ളൊരു അയൺമാൻ്റെ ഈ ഒരു ഷോപ്പ്. ഇവർക്ക് താഴെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ ഇവരൊരു ഗരാജൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവർ പുറത്താണ് ചെയ്യിക്കുന്നത് വർക്കല്ല, പക്ഷേ ഒരു അണ്ടർഗ്രൗണ്ട് ഗരാജൂടെ നമുക്ക് താഴെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഒരു ഫ്രണ്ടും പുള്ളിയുടെ ഫോർച്യൂണറിൽ ഇപ്പോൾ അയൺമാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഫുള്ളി നമുക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും അത് നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് മാക്സിമം അതെന്തായാലും ഒരു വീഡിയോ തന്നെ ആക്കാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വക സാധനങ്ങൾ നമുക്കിങ്ങനെ ചില്ലുകൂട്ടിലിട്ട് കാണാനേ കൊള്ളാവും. കാരണം നമ്മൾ പുറത്തിറക്കി റോഡിൽ വെച്ചാൽ ഇത് അപ്പം തന്നെ നമുക്ക് ഫൈനായിട്ട് തിരിച്ച് കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് നേരെ ഇനി വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കാം. കാരണം മുമ്പേ നമ്മൾ നോക്കിയപ്പോൾ തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ നെട്ടൂരുള്ള വാഷ് ആൻഡ് ഡ്രൈവിലോട്ടാണ് നേരെ കൊണ്ടുപോയത്. ഇവിടെ ഇട്ടപ്പോഴുള്ള അവസ്ഥയാണ്. അവരൊക്കെ ചോദിക്കുന്നത് ഇവിടെ പോയിട്ട് വന്നതാണെന്ന്. ജസ്റ്റ് നാട്ടിൽ പോയിട്ട് വന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. കാരണം ഹൈവേയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്തായാലും നല്ല രീതിയിലുള്ളൊരു പണിയുണ്ട്. പക്ഷേ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കെന്തായാലും നോക്കാം. എന്തായാലും നമ്മുടെ വണ്ടി അവർ ആദ്യം തന്നെ കയറ്റിയിട്ടുണ്ട്. അകത്ത് പക്ഷേ അത്ര അഴുക്കായിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ വയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളയണമായിരുന്നു. പിന്നെ അണ്ടർ ബോഡി, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത്. അണ്ടർ ബോഡി നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ അവരപ്പോൾ ആ പരിപാടി എല്ലാം നൈസായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നിങ്ങളും എന്നെ പോലെ തന്നെയാണോ? എത്ര ലോഞ്ചുണ്ട്, AC ഉണ്ട്, പുറത്ത് ചൂടാ നിൽക്കണ്ട ഒക്കെ പറഞ്ഞാലും നമ്മൾ വണ്ടി വാഷ് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കാൻ, നമ്മുടെ വണ്ടി വാഷ് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുക, അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഫീല്, അത് കഴുകി ഓരോ അഴുക്ക് പോയി കഴിയുമ്പോൾ ഉള്ള വണ്ടിയുടെ അവിടുത്തെ ഒരു ക്ലിയർ, ആ ഒരു ക്വാളിറ്റി നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. അങ്ങനെ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വാഷാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ കഴുകി തീരുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം എടുക്കും. സോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നമുക്ക് BM എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഒന്ന് പനമ്പള്ളിക്ക് പോവാം. ചുമ്മാ ഒരു വൈകിട്ട് എന്തായാലും അവിടെ നിന്ന് കറങ്ങുന്നതാണ് എപ്പോഴും. കാരണം ഇന്നൊരു വീക്കെൻഡ് കൂടെ അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഷിഫൂസിലാണ് വന്നത്. ഞങ്ങളുടെ എല്ലാം ഒരു ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് പനമ്പള്ളി എന്ന് പറയുന്നത്. ഈവനിങ് ആയാൽ ഞങ്ങൾ ഇവിടാണ് മിക്കപ്പോഴും ഹാങ് ഔട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷിഫൂസ് മോമോസ്. അത്യാവശ്യം അടിപൊളി സാധനം തന്നെയാണ്. നമ്മുടെ മുമ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നീറ്റ്നെസ് എന്ന് വെച്ചാൽ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഷെസ്വാനും ഒരു ചീസും ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. സാധനം ലൈവായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. കോരിയിടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. കാരണം ഇന്ന് അത്യാവശ്യം നമ്മൾ ഫുഡ് കുറവായിരുന്നു. അപ്പോൾ ഇന്ന് വിശപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷെസ്വാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് കഴിക്കാം.
അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കുറച്ച് വണ്ടികളൊക്കെ സ്പോട്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ റൗണ്ട് അടിച്ച് നേരെ നമ്മളിനി അടുത്ത ടീ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ ടീമോങ്കാണ്, അത് മരടി വരുന്നത്. അത്യാവശ്യം നൈസ് തന്നെയാണ്. അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളൊരു ഹോട്ട് ഡോഗാണ് ഓർഡർ ചെയ്തത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ വണ്ടി നോക്കിയപ്പോൾ തീർന്നിട്ടില്ലായിരുന്നു. പിന്നെയാണ് അവർ വിളിച്ചത്. സോ അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി അവർ വിട്ടിട്ടുണ്ട്. വണ്ടി കണ്ടില്ലേ എങ്ങനെ കൊടുത്തതാണ്, ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, വേറെ ലെവൽ തന്നെയല്ലേ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അംഗം എല്ലാം അവസാനിച്ചേക്കുക. അങ്ങനെ സമയം ഒരു 10-11 മണി ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതൊരു ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. കാരണം എങ്ങനെയാണ്, ഞാൻ ഇതുവരെ വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സിമ്പിൾ വ്ളോഗാണ്. എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. താങ്ക് യു.